പാസ്സാകാൻ. നേരത്തെ 60 വേണമായിരുന്നു, ഇപ്പം 55 മതി. നേരത്തെ 90 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കണമായിരുന്നു, ഇപ്പം 85 ക്വസ്റ്റ്യൻസോളം കറക്റ്റ് ആക്കിയാൽ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എന്താണ് ഇവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം എനിക്ക് 2-3 മെസ്സേജസ് വന്നു കേട്ടോ. കുവൈറ്റ് പ്രോമെട്രിക് എക്സാം നമുക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുമോ, എത്ര മാർക്ക് വേണം പാസ്സാകാനെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതിൻ്റെ ഒരു പ്രോമെട്രിയുടെ ഒരു ന്യൂ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ ഞാൻ വന്നത്. ഇത് കുറേ പേർക്ക് അറിയാവുന്നതാണിത്. അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ, എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഇതിനെക്കുറിച്ച് അധികം അറിയാത്തവർക്കും വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. അറിയാവുന്ന ഇത് സ്കിപ്പ് ചെയ്ത് പൊക്കോ, നോക്കുക വേണ്ട, അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ, കുവൈറ്റ് പ്രോമെട്രിക് എക്സാം വന്നിട്ട് ഏകദേശം 1 ഇയറോളമായി ആ റൂൾസൊക്കെ ആയിട്ട്. നേരത്തെ ഇവിടെ MOH എക്സാം ആയിരുന്നു. അതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ എഴുതിയ എക്സാം. 30 ക്വസ്റ്റ്യൻ 30 ക്വസ്റ്റ്യൻസും 13 മാർക്ക് മതിയായിരുന്നു പാസ്സാവാൻ. 13 മാർക്ക് മതിയായിരുന്നു പാസ്സാകാൻ. പക്ഷേ ഇപ്പോൾ അത് റൂൾസ് മാറി കുവൈറ്റ് പ്രോമെട്രിക് ആക്കി. ലൈക്ക് സൗദിയെ പോലെയും ഖത്തറിൻ്റെ കൂട്ടൊക്കെ ആക്കി ഇപ്പോൾ എക്സാം ഇവിടെ. അപ്പം ഇത് എക്സാം എന്ന് പറഞ്ഞാൽ 3 hours എക്സാമാണ്. 150 ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് 90 ക്വസ്റ്റ്യൻസിൻ്റെ എങ്കിലും നമ്മുടെ ആൻസർ കറക്റ്റ് എങ്കിൽ മാത്രമേ നമുക്ക് 60% മാർക്ക് കിട്ടി നമ്മൾ പാസ്സാകത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ന്യൂ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, 150 ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് 85 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മുടെ കറക്റ്റ് ആയിരിക്കണം. 155 മതി പാസ്സാകാൻ കേട്ടോ. നേരത്തെ 60 ആയിരുന്നു, ഇപ്പോൾ 55% മതിയാണ് പാസ്സാകാൻ. ഓക്കെ, 5% കുറഞ്ഞിട്ടുണ്ട്. സെൽഫ് സ്റ്റഡി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൽഫ് സ്റ്റഡി എന്ന് വെച്ചാൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് പാസ്സാകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കുവൈറ്റ് പ്രോമെട്രിക് എക്സാം എനിക്ക് തോന്നുന്നു തുടക്കമായതുകൊണ്ടായിരിക്കും ഭയങ്കര ടഫാണ്. അപ്പം കുറേ പേർക്കൊക്കെ ആദ്യത്തെ ചാൻസ് കിട്ടാതെ വരുന്നുണ്ട്. അപ്പം ഏറ്റവും നല്ലത് നമ്മളൊരു കോച്ചിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ ബേസ് നമുക്ക് പറഞ്ഞുതരും, ഏതൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, എല്ലാ രീതികളും പറഞ്ഞുതരും. കുറേ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും നമ്മളെയും കൊണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ കുറേ നമ്മളെയും കൊണ്ട് പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ ഒരു സെൻറ്ററിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയും ഒരുപാട് കോച്ചിങ് സെൻറ്ററുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും നല്ലത് നോക്കി നമ്മൾ എവിടെയാണെന്ന് ചൂസ് ചെയ്ത് പോവുക, അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നാട്ടിലൊക്കെ ഒരുപാട് എക്സാം സെൻറ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ എക്സാം എഴുതി ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ നല്ല വേക്കൻസി ഉണ്ട്, നല്ല സാലറി ഉണ്ട്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ MOHലൊക്കെ കിട്ടാത്തവരൊന്നും സങ്കടപ്പെടേണ്ട. പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും ഒക്കെ ഒരുപാട് വേക്കൻസികളുള്ളത് ക്ലിനിക്ക് ഹോസ്പിറ്റലും ഒക്കെ ഉണ്ട്. നിങ്ങൾ പ്രോമെട്രിക് പാസ്സായവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ നിങ്ങളെ ഹയർ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇവിടെ പ്രൈവറ്റ് സെക്ടേഴ്സിലൊക്കെ അവർക്ക് പ്രോമെട്രിക് പാസ്സായ നഴ്സുമാരെ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അവർക്ക് ഈസി. ഇവിടെ വന്നിട്ട് ഒരു എക്സാം എഴുതാനോ അതിൻ്റെ പുറകെ നടക്കാനോ ഇപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് ടൈമില്ല. അവർക്ക് ഏറ്റവും ഈസി എന്താ, വരുന്നവരെ വിസയും കാര്യങ്ങളും പ്രോസസ്സും കഴിഞ്ഞവരെ ജോലിക്ക് കയറ്റുക എന്നുള്ളതാണ്. അപ്പം അതാണ് അവർക്ക് ഈസി. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഹയർ ചെയ്യുന്നത് പ്രോമെട്രിക് പാസ്സായവരെയാണ്. അപ്പം നിങ്ങൾ പാസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പം ഗവൺമെൻറ് കിട്ടില്ലെന്നുള്ള ടെൻഷനും വിഷമമൊന്നും വേണ്ട. പ്രൈവറ്റിലാണെങ്കിലും നല്ല സാലറിയുള്ള പ്രൈവറ്റ് സെക്ടേഴ്സ് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഇഷ്ടം ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഫുൾ വീഡിയോ ആണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ആവശ്യമുള്ളവർ കയറി കാണുക കേട്ടോ. അതിനകത്ത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പ്രോമെട്രിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ വന്നത് പ്രോമെട്രിയുടെ ഒരു പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് കേട്ടോ. 55% മാർക്കാക്കി പാസ് മാർക്ക്. അതുപോലെ തന്നെ 85 ക്വസ്റ്റ്യൻസോളം നമ്മൾ ആൻസർ കറക്റ്റ് ആക്കണം. അത്രയാണ് കേട്ടോ. അത് പറയാനാണ് ഞാൻ ശരിക്കും ഈ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ സെൽഫ് സ്റ്റഡി ചെയ്യേണ്ടവരാണെങ്കിൽ കറക്റ്റായിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സെൽഫ് സ്റ്റഡി ചെയ്താൽ നമുക്ക് പാസ്സാകാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ കുവൈത്തിലുള്ളവർക്ക് എക്സാം എഴുതാൻ പ്ലാൻ ഉള്ളവർ ഇവിടെയും കോച്ചിങ് സെൻറ്ററൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണെങ്കിലും ഇവിടെയാണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ബൈ ബൈ.